അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാഗവതത്തിലൊക്കെ ഉണ്ടല്ലോ വളരെ പരിഹസിക്കുന്നത് ഈ കാര്യം. ഭാഗവതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇത് പറയുന്നുമുണ്ട്. എന്താണ് ഈ പൂജ ചെയ്യുന്നതിനെ കുറിച്ച്? ഭാഗവതത്തിലെ മഹാത്മ്യത്തിൽ പറയും, വിപ്രൈ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിത കണലോവേന കഥാസാരസ്തോ ഗത. മറ്റൊരാൾക്ക് വേണ്ടി ഭാഗവതം വായിക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതും അത് ആത്മീയമായ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ പിന്നെ പൂജ ചെയ്യുന്നതും ഭാഗവതം വായിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവനവന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പൂജ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഭാഗവതം വായിക്കണം. കാരണം അവനവനെ ഉയർത്താൻ അവനവനെ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പൂജകളൊക്കെ വന്നിരിക്കുന്നതോ മറ്റൊരാൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് വാസ്തവത്തിൽ അത് വേദ സംസ്കാരത്തിന് എതിരാണത്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയെടുത്തോളം കണ്ടത്, നമുക്ക് വേണ്ടി വേറൊരാൾ പൂജ ചെയ്യണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഭാഗവതത്തിലൊക്കെ വളരെ സ്പഷ്ടമായി ശ്രീകൃഷ്ണ ഭഗവാൻ എടുത്തു പറയുന്നത് ഇതിനെ ക്രിയായോഗം എന്നാ പറഞ്ഞിരിക്കുന്നത്. പൂജ എന്നുള്ളതിന് ശാസ്ത്രീയമായ ഭാഷ ക്രിയായോഗം എന്നാണ്. ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ക്രിയയിലൂടെ മനസ്സിനെ ഈശ്വരനുമായി യോഗം ചെയ്യുന്നതിനെയാണ് ക്രിയായോഗം. ക്രിയ എന്ന് പറഞ്ഞാൽ പൂജകളെയാണ് ക്രിയ എന്ന് പറയാം, ക്രിയകള്. അപ്പൊ ക്രിയയിലൂടെ മനസ്സിനെ ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് ആരാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തില് ശ്രീകൃഷ്ണ ഭഗവാനും ഉദ്ധവരും നടത്തുന്ന ഒരു സംവാദമുണ്ട്. അതിൽ 27ാം അധ്യായമാണ് ക്രിയായോഗം. 11ാമത്തെ സ്കന്ധം 27ാം അധ്യായത്തില് 4ാമത്തെ ശ്ലോകം. അതിൽ ഉദ്ധവര് കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങെനിക്ക് ക്രിയായോഗം പറഞ്ഞു തരണം. ആരാണ് ആ ക്രിയ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവര്? ഏതൽ വൈ സർവവർണ്ണാനാം ആശ്രമാണം ച സമ്മതം ശ്രേയസാമുത്തമം മന്യേ സ്ത്രീ ശൂദ്രാണം ച മാനധാം. സർവവർണ്ണാനം ആശ്രമാണം സമ്മതം. ഏത് വർണ്ണത്തിൽപ്പെട്ടവർക്കും ഏത് ആശ്രമത്തിൽപ്പെട്ടവർക്കും ക്രിയ ചെയ്യാം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവനവന്റെ പുരോഗതിക്ക് വേണ്ടി അവനവന് വേണ്ടി ക്രിയ ചെയ്യാം. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പൂജ ചെയ്യേണ്ടത് ആരാണ്? ക്രിയായോഗം ചെയ്യേണ്ടതാണ് സ്ത്രീ ശൂദ്രാണാം. എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതെന്താ സ്ത്രീകളെയും ശൂദ്രന്മാരെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? പണ്ട് കാലത്ത് വേദത്തിന് അർഹതയില്ലാത്തവരാണ് സ്ത്രീകളും ശൂദ്രന്മാരും. അപ്പൊ വേദതത്വങ്ങളൊന്നും അറിയാത്തവര്, വേദത്തിന്റെ മഹത്വം അറിയാത്തവർക്ക് അവർക്ക് പോലും ഉയരാൻ ഇതിലൂടെ സാധിക്കും, പൂജകളിലൂടെ സാധിക്കും. അപ്പം പൂജ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല ആരും. നമ്മൾ പൂജ ചെയ്യേണ്ടവരാണ്. പൂജ ചെയ്തിട്ട് തന്നെയാണ് മനസ്സിനെ പിടിച്ചുയർത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ് സ്ത്രീ ശൂദ്രാണം. നോക്കൂ, ഇന്ന് എത്ര ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പേടിയാണെന്നറിയോ? വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ പേടിക്കണം. ഒരമ്മ എന്നോട് പറഞ്ഞാൽ അത് പൂജിച്ച ചൈതന്യം വരില്ലേന്ന്. പിന്നെന്താ ചൈതന്യം വരാണ്ടിരിക്കുവോ? അത് വന്നാ പിന്നെ അപകടമല്ലേ എന്ന്. അപ്പൊ ഇവർക്ക് നല്ല ഉറപ്പാണ് ഉപദ്രവിക്കുന്നത് മുഴുവൻ. എവിടെ അവരൊക്കെ നേരെയാവാൻ പോണത്? അമ്പലത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ചൈതന്യം വന്നാൽ വീട്ടിൽ ദോഷം വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? എനിക്ക് തോന്നുന്നു ഇതിൽ വലിയ കുഴപ്പമുണ്ടാക്കിയ ജ്യോത്സ്യന്മാരാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ അകറ്റാൻ ഇത്ര പ്രാപ്തിയുള്ളവർ വേറെ ആരുമില്ല. കാരണം അവർ ദൈവത്തിന് പേടിപ്പിക്കുകയാണ്. അത് ചെയ്യരുത്, അത് ചെയ്യരുത്. നിങ്ങളുടെ പൂർവികന്മാർ ഇത്രയും കാലം അവിടെ പൂജ ചെയ്തുകൊണ്ടാണ് ആ ദോഷം അവിടെ കിടക്കുന്നത് എന്ന്. എന്ത് വിഡ്ഢിത്തങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് അറിയും? ശാസ്ത്രസമ്മതമല്ല അവർ പറയുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിനെ ദോഷം വരുത്താൻ ഒരു ഈശ്വര ചൈതന്യത്തിനും സാധ്യമല്ല. നിങ്ങളുടെ മനസ്സ് ദുർബലമായാൽ നിങ്ങൾക്ക് ദോഷം വരുത്താൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിനെ തോൽപ്പിക്കാൻ വേറൊരു ശക്തിക്കല്ല സാധിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ സാധിക്കുന്നു. അപ്പൊ നിങ്ങൾ ദുർബലരായാൽ നിങ്ങൾ അനുഭവിക്കണം. അതുകൊണ്ട് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാധയേ. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ താഴ്ത്തരുത്, നിങ്ങൾ നിങ്ങളെ നിന്ദിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ എന്തിനുയർത്തണം? ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. ഉയർത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുവാണ്, താഴ്ത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഈ ചിന്തകളൊക്കെ മാറ്റണം. ഒരു വിഗ്രഹത്തെ പൂജിച്ചാൽ വീട്ടിൽ ഒരു ദോഷവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല ചിന്തയും ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒന്ന് വൃന്ദാവനം വരെ പോകും നിങ്ങൾ.
ഡൽഹിക്കടുത്തുള്ള വൃന്ദാവനത്തിൽ ഓരോ വീട്ടിൽ കയറി ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ അവര് വിഗ്രഹം വെച്ച് പൂജിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെക്കാളും അവർക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അവര് കഴിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ചുകൊണ്ട് നമ്മളൊരു പക്ഷെ വായ കൊണ്ട് പറയും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം പ്രശ്ന അസ്നാമി പ്രയതാത്മന. അതൊക്കെ നമ്മൾ വായ കൊണ്ട് പറഞ്ഞേക്കാം, പക്ഷെ അവർ പ്രാക്ടിക്കലി കാണിച്ചു തരും നമുക്ക്. അവർക്കൊക്കെ ദോഷം വേണ്ടേ? അവരുടെ വീട്ടിൽ വിഗ്രഹം വെച്ചാൽ, കൃഷ്ണന്റെ വിഗ്രഹം വെച്ചാൽ അവർ കനയ്യനില്ലാതെ അവർക്ക് ജീവിതമില്ല അവർക്ക്. പിന്നെ നമുക്കെങ്ങനെ ഈ പേടി വരുന്നു? ജ്യോത്സ്യന്മാരുണ്ടാക്കി വെച്ച. അതുകൊണ്ട് അതൊന്നൊക്കെ മനസ്സിനെ ഉയർത്തും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കേ താഴ്ത്താൻ പറ്റുള്ളൂ. ഒരു ദൈവശക്തിക്കും നിങ്ങളുടെ മനസ്സിനെ താഴ്ത്താൻ സാധ്യമല്ല. അതുകൊണ്ട് വിഗ്രഹത്തിൽ പൂജിക്കേണ്ടത്, വിഗ്രഹത്തിലൂടെ മനസ്സിനെ ഉയർത്തേണ്ടത് ആര് തന്നെയാണ്? അവനവൻ തന്നെയാണ്. അപ്പൊ സ്ത്രീകൾ പൂജിച്ചോട്ടെ എന്ന് പറയാൻ കാരണം, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വേദം പഠിക്കാനോ വേദതത്വം മനസ്സിലാക്കാനോ ഇവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിലെ ജോലിയും കാര്യങ്ങളും. അപ്പൊ അവരെ പോലും ഉയർത്താൻ, അതാണ് ഭാരതത്തിന്റെ മഹത്വം. സ്ത്രീകളെ മാറ്റിവെക്കില്ല. നിങ്ങൾ നോക്കൂ, ഭാരതീയ ഋഷീശ്വരന്മാരെ നമ്മൾ 1000 തവണ നമസ്കരിക്കണം. മറ്റു മതങ്ങളെയൊക്കെ എടുത്ത് നോക്കുമ്പോണ്ടല്ലോ, അവർ ആ മതത്തിലൊന്നും സ്ത്രീകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഒരുമിച്ച് പ്രേ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ ഒരു മതത്തെ എടുത്ത് പറയല്ല, എത്രയോ മഹത് വ്യക്തികൾ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടും അവർക്ക് ഉന്നത സ്ഥാനം കൊടുക്കാത്ത എത്രയോ മതങ്ങളുണ്ട്. ഇന്നും നിങ്ങൾ നോക്കൂ ആ ഒരു ഇംബാലൻസ്. പക്ഷെ ഭാരതത്തിലുണ്ടല്ലോ, ആ സ്ത്രീകൾക്ക് പോലും ഉയരാനുള്ള ഒരു മഹത്വം ഇവിടെ സാധ്യതകൾ ഒരുക്കിയിരിക്കണം. പൂജകളിലൂടെ ആര് ഉയർത്തണം? അവനവനെ തന്നെ ഉയർത്തണം. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. പൂജിച്ചു കഴിഞ്ഞാൽ അവിടെ വല്ല ദോഷങ്ങളും ഉണ്ടാവുന്നു. ഒന്നാമത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടത്, നമുക്ക് വേണ്ടി മറ്റൊരാൾ പൂജിക്കണം, അങ്ങനെ പൂജിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളുടെ ഉയർച്ചയെ നശിപ്പിക്കുകയാണ്. അതിന്റെ ദോഷം നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് പൂജിക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷമാണ് വരുന്നത്. എന്താ ദോഷം? അല്ല സ്വാമി, ആകെ പേടിപ്പിക്കല്ലേ, അല്ലെങ്കിലേ ഞങ്ങളൊരു പേടിയിലാണ്. ജ്യോത്സ്യരുടെ വക ഒരു പേടി പഠിപ്പിക്കലുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പറയണോ നിങ്ങൾ വേറെ ആളെ കൊണ്ട്? സത്യം അതാണ്. കാരണം നിങ്ങൾ അയാളുടെ ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തണം. ഒരാളുടെ ആത്മീയ പുരോഗതി നമ്മൾ തടസ്സപ്പെടുത്തരുത്. അവരവർക്ക് വേണ്ടി പൂജിക്കണം. പക്ഷെ നമുക്ക് അതിലൊക്കെ ഒരു ശക്തിയും ധൈര്യവും തോന്നാത്തതിന് കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം, പിന്തുടർന്നു വന്ന ചില സംസ്കാരങ്ങള്, ഇതൊക്കെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തെ കേട്ടിട്ടുണ്ട്, ഇത് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ് അമ്പലം, അല്ലെങ്കിൽ അവര് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ വേദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വിഭാഗം അവര് പൂജിക്കാനേ പാടില്ല. അവര് പൂജയിൽ നിന്നൊക്കെ ഉയർന്നു പോയവരാണ്, ആ സ്റ്റെപ്പിൽ നിന്ന് ഉയർന്നു പോയവരാണ്. ഇനി അവരുടെ ജോലി എന്ന് പറയുന്നത് വേദതത്വം മനസ്സിലാക്കി, വേദങ്ങളുടെ പരമ്പൊരുൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് വന്നത്. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അത് നോക്കുക, പദങ്ങളൊക്കെ വേദത്തിൽ ആ ശബ്ദങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹുരാജന്യകൃത ഓരോ തദസ്യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായതാം. എത്ര വ്യക്തമായിട്ടാണ് വേദങ്ങൾ പറയുന്നത്. മുഖത്ത് നിന്നാണ് ബ്രാഹ്മണൻ വന്നതെന്ന് പറയുമ്പോൾ അറിവിൽ നിന്നാണ് ബ്രാഹ്മണൻ വന്നത്. അപ്പൊ അറിവിൽ എത്തിയ ഒരു മനുഷ്യൻ വീണ്ടും ക്രിയയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ചിന്തിക്കും നിങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. കുറെ സംസ്കാരങ്ങളെ, വഴിതെറ്റിപ്പോയ സംസ്കാരങ്ങളെ. അതുകൊണ്ടായിരിക്കാം ഭാഗവതത്തിൽ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് വിഗർഹിതം. വിഗർഹിതം എന്ന് പറഞ്ഞാൽ അത് നിന്ദ്യമാണ്, അത് താഴ്ത്തുന്നതാണ്, അവരെ താഴോട്ട് കൊണ്ടുപോകുന്നതാണ്. ധർമ്മശീലൈ, കുറെ മനസ്സിനെ ഉയർത്തിയ വ്യക്തി വീണ്ടും മറ്റൊരാൾക്ക് വേണ്ടി തന്റെ അറിവും കഴിവും പ്രയോഗിക്കുമ്പോൾ അയാളുടെ ബ്രഹ്മ തേജസ് ഉപവ്യയം വരണു, അയാൾക്ക് നഷ്ടം വരണു എന്ന് പറയുകയാണ്. അപ്പൊ ഒരിക്കലും മറക്കരുതേ, നമ്മളെ തന്നെ ഉയർത്തണം, നമ്മളെ കൊണ്ട് വേറൊരാളെ ഉയർത്താൻ സമ്മതിക്കരുത്. കാരണം അയാൾക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഉദ്ധവരെ ഉയർത്തിക്കൂടായിരുന്നില്ലേ? പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമഭികേശവ തെക്തും സമുത്സഹേ നാദാ സ്വധാമനയമാമഭി. കൃഷ്ണ, പോകുമ്പോ അവിടുത്തെ ധാമത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. കാരണം അങ്ങയുടെ കൂടെ നടന്നു, ഇരുന്നു, ചിരിച്ചു, കളിച്ചു. അങ്ങ് കഴിച്ച ഉച്ഛിഷ്ടം ഞാൻ ഉച്ഛിഷ്ടഭോജിന അതുവരെ ഞാൻ കഴിച്ചില്ലേ. കഥം പ്രിയമാത്മാനം
തെക്വാ, എങ്ങനെ ഈ പ്രിയനെ അങ്ങേക്ക് വിട്ടുപോകാൻ സാധിക്കണോ? അല്പം സ്നേഹം കാണിച്ചുകൂടെ കൃഷ്ണ എന്നൊക്കെ ഉദ്ധവര് ചോദിക്കുമ്പോ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഉദ്ധവരെ ആത്മനോ ആത്മൈവ ഗുരു യത്പുരുഷസ്യ വിശേഷത പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോസോ അനുവിന്ദതേ. അങ്ങേക്ക് ശ്രേയസ് കൈവരിക്കണമെന്നുണ്ടോ? ആത്മനോ ആത്മൈവ ഗുരു, അങ്ങയെ ഉയർത്താൻ അങ്ങേക്കേ പറ്റുള്ളൂ. ഉദ്ധവരെ, എനിക്ക് വഴി കാണിച്ചു തരാനേ പറ്റുള്ളൂ. ഞാൻ വെറും ഒരു വഴികാട്ടിയാണ്. ഞാനൊരു ടോർച്ച് കാണിച്ചു തരാം, വെളിച്ചം കാണിച്ചു തരാം. പോകേണ്ടതെല്ലാം അങ്ങ് തന്നെയാണ്. ഇതാണ് ഭാരതീയ സംസ്കാരം. തെറ്റിദ്ധരിക്കരുത്. വേറൊരാളെ കൊണ്ട് നിങ്ങളെ ഉയർത്താമെന്ന് വിചാരിച്ചാൽ അത് വെറുതെ നിങ്ങൾ സമയം കളയാണ്, നിങ്ങളുടെ സമ്പത്ത് കളയുകയാണ്. അതിനൊന്നും നിങ്ങളുടെ മനസ്സ് സമ്മതിക്കരുത്. ക്രമേണ ക്രമേണ പെട്ടെന്ന് നമ്മൾ ഉയർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊള്ളുക. അപ്പൊ അതുകൊണ്ട് പൂജിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാ പൂജിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല എന്ന് പറയുന്നത്? പൂജ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറേ കൂടി വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ പൂജിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. നിങ്ങൾ വിഗ്രഹത്തിൽ ദൈവമുണ്ട് നല്ല ഉറപ്പിക്കേണ്ടത്. പിന്നെ എന്തിനാ പൂജിക്കുന്നത്? ക്രിയായോഗമാണ്. യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭഗവാനുമായി ചേർത്ത് വെക്കുന്നതിനെയാണ് യോഗം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് കോൺസെൻട്രേഷൻ വേണ്ടതുണ്ട്. കുറച്ചു നേരത്തേക്ക് മനസ്സെല്ലാ ചിന്തകളും വിട്ടുപോകേണ്ടതുണ്ട്. ആ കോൺസെൻട്രേഷന് വേണ്ടതുള്ളത് കൊണ്ട് നമ്മളൊരു വിഗ്രഹത്തെ എടുത്ത് അതിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് പൂക്കളായിട്ടും അഭിഷേകമായിട്ടും പറ്റും പലതും ചെയ്യുന്നു. കൂടുതൽ നമുക്ക് ക്രിയായോഗം വരുമ്പം വിസ്തരിക്കാം. ഏതായാലും കോൺസെൻട്രേഷന് വേണ്ടി മാത്രം ഏത് വേണം? ഒരു വിഗ്രഹത്തെ വേണം. ഇനി നിങ്ങൾക്ക് വിഗ്രഹം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കൊരു വിളക്കെടുത്ത് വെച്ചാലും മതി, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇനി അതും വേണമെന്നില്ല, പ്രാണനിലേക്ക് മനസ്സ്, നിങ്ങളുടെ ശ്വാസവായുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു നോക്കൂ. മനസ്സിന് എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അതും പറ്റില്ലെങ്കിലോ ഭഗവാന്റെ രൂപം നിങ്ങൾക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് പൂജിക്കാം. അതുകൊണ്ടാണല്ലോ അതിനെ മാനസിക പൂജ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വഴി, ഏതെങ്കിലും വഴിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ ഉയർത്തണം എന്ന് പറയണം. ഇതെല്ലാം ചിട്ടപ്പെടുത്തി എഴുതി വെച്ച ശങ്കരാചാര്യരുണ്ടല്ലോ. ഗുരുവായൂരപ്പന്റെ പൂജകളും അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വിഗ്രഹങ്ങളൊക്കെ നിഷ്കർഷിച്ച് ശാരദാപീഠം അവിടെ അത് ഇവിടെയൊക്കെ ചെയ്ത ശങ്കരാചാര്യ സ്വാമികള് അവസാനം പറയാണ്, ഞാൻ 3 തെറ്റുകളെ ചെയ്തുള്ളൂ എന്ന്. ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു പ്രഖ്യാപനം ഇതാണ്. 3 തെറ്റുകൾ ഗുരുവായൂരപ്പ ഭഗവാനെ ഞാൻ ചെയ്തു. അതെന്താണത്രേ? രൂപമില്ലാത്ത അങ്ങയെ രൂപത്തോടുകൂടി പൂജിച്ചു എന്നുള്ളത്. അതൊരു തെറ്റാണ്. രൂപങ്ങൾക്ക് അതീതമായ അങ്ങയെ ഞാൻ രൂപത്തിൽ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, രൂപങ്ങളല്ല ഈശ്വരൻ. രൂപങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മൾ രൂപത്തിൽ നിന്നും ഉയരാനുള്ളതാണ്. അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ അത് പറയില്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? രൂപത്തിലായിരുന്നു ഈശ്വരൻ, രൂപം തന്നെയാണ് ഈശ്വരനെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ അത് പറയില്ലായിരുന്നു. പറയോ? അപ്പൊ രൂപത്തിലൂടെ ഞാൻ അങ്ങയെ ആരാധിക്ക വഴി ഞാൻ അങ്ങയെ ഭഗവാനെ വാസ്തവത്തിൽ അങ്ങയെ ഞാനൊന്ന് ചെറുതാക്കുകയാണ് ചെയ്തത്, അങ്ങയെ ഞാൻ നിന്ദിക്കുകയാണ് ചെയ്തത്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പൊ രൂപം വേണ്ടാന്നല്ല പറയുന്നത്, രൂപത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. ഇനി രണ്ടാമത് പറയുന്നു, സർവവ്യാപിയായിരിക്കുന്ന അങ്ങയെ ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഒതുക്കി വെച്ചു എന്നുള്ളത്. അപ്പൊ സർവത്ര നിറഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം കൽപ്പിക്കുക. കാരണം അങ്ങയുടെ സർവവ്യാപിത്വത്തെ ഞാൻ ഒന്ന് താഴ്ത്തി, ഒന്ന് ഞാൻ നിന്ദിച്ചു. അതിനും എന്നോട് മാപ്പ് തരുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോഴും ഉറപ്പിക്കണം, ഈ തീർത്ഥാടനത്തിലൂടെ ഏതൊരു ആരാധനയാണോ നമ്മൾ ഉദ്ദേശിച്ചത്, ആരാധിക്കുന്ന ദൈവം നാം പുറപ്പെട്ടപ്പോഴുമുണ്ട്, യാത്രയിലുമുണ്ട്, അവിടെയുമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഗുരുവായൂരപ്പനുണ്ട്, ബസ്സിലും ഗുരുവായൂരപ്പനുണ്ട്, ഇറങ്ങുമ്പോഴും ഗുരുവായൂരപ്പനുണ്ട്, അമ്പലത്തിലെത്തുമ്പോഴും ഗുരുവായൂരപ്പനുണ്ട്. എവിടെയാ ഗുരുവായൂരപ്പനില്ലാത്തത്? എവിടെയാ ഗുരുവായൂരപ്പനില്ലാത്തത്? എവിടെയുമില്ല. ഉണ്ടോ? ഗുരുവായൂരപ്പൻ എവിടെയില്ലല്ലോ. എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ എല്ലായിടത്തും ഉള്ളൂ. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പോവാൻ. മൂന്നാമത്തത്, ഭഗവാനെ അങ്ങ് വാക്കുകൾക്കും ശബ്ദങ്ങൾക്കൊക്കെ അതീതമാണ്, എന്നിട്ടും ഞാൻ അങ്ങയെ വാക്കുകൾക്കുള്ളിൽ ഒതുക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പൊ വാക്കുകൾ ഉപയോഗിച്ചതിന് മാപ്പ്, രൂപത്തിലൂടെ കണ്ടതിന് മാപ്പ്, ഒരു തീർത്ഥാടന സ്ഥലത്ത് പോയതിന് മാപ്പ് ചോദിച്ച വ്യക്തിയാണ് ആര്? ശങ്കരാചാര്യ സ്വാമികള്. അപ്പൊ എന്താ ഇതെന്നൊക്കെ പറയാനുള്ളത്? നമ്മൾ നാമം ചൊല്ലുമ്പോഴും മനസ്സിലാക്കണം, നാമം ചൊല്ലുന്ന ആ മനസ്സിന്റെ പിന്നിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അദ്ദേഹം നാമത്തിനും അതീതനാണ്,
രൂപത്തെ നമ്മൾ ആരാധിക്കുമ്പോഴും മനസ്സിലാക്കണം, ഈ രൂപങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുന്ന മനസ്സിനും അതീതനാണ് ഗുരുവായൂരപ്പൻ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഏതൊക്കെ തീർത്ഥസ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അവിടേക്ക് പോകുന്നതിന് മുമ്പും പോകുമ്പോഴും എവിടെയും ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ ഉയർത്താൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഉത്തരം സ്വയം കണ്ടെത്തിക്കൊണ്ടേ. ഞാൻ ഇത്ര തുറന്നു പറയാൻ കാരണം, ഭാഗവതം പറയുമ്പോൾ ആരും ഇതൊന്നും പറയില്ല. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ഭാഗവതം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെയും തേജസ്സിനെ, ബ്രഹ്മതേജസ്സിനെ താഴോട്ട് കൊണ്ടുവരുന്നത്. സ്വാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ പൂജ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അർഹിക്കാത്തത് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്? പൂജയിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോകം വഴിതെറ്റും. കാരണം എന്താണ്? എല്ലാവരും ഇങ്ങനെ പൂജയിലൂടെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അർഹിക്കാത്തത് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ഒരാള് ഭഗവാന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ഭഗവാനെ എനിക്കൊരൊറ്റ കാര്യമേ വേണ്ടൂ. അപ്പം ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, എന്താവും ഇയാൾക്ക് വേണ്ടത്? ദിവസവും ഇത് തന്നെയാണ്. അയാളുടെ കാര്യമാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, വീടില്ല, പണമില്ല, ഒരു ചുക്കുമില്ല, വെറുതെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ആ ഒരു വാടക വീട്ടിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ. കൂടെയുള്ളതൊരമ്മ, അവർക്കാണെങ്കിൽ കണ്ണും കാണില്ല. ഇങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്ന ആളാണ് രാവിലെ എണീറ്റിട്ട് നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു ജോലിസിന് പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒറ്റ കാര്യം പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥന എന്നറിയോ? എന്റെ ഭഗവാനെ, എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. അതെന്താണ്? എന്റെ അമ്മ കണ്ണു തുറന്ന് എന്റെ ഭാര്യ ധാരാളം രത്നാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് എന്റെ കുട്ടിയെ വീട്ടിൽ വെച്ച് തൊട്ടിലാട്ടുന്നത് എന്റെ അമ്മയ്ക്ക് കാണാനൊരു മോഹമുണ്ട്, അതൊന്ന് സാധിപ്പിച്ചു തരണമെന്ന്. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. അമ്മയ്ക്ക് കണ്ണ് കാണണം. കാണേണ്ടത് എന്താന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് നിറയെ ആഭരണം ഉണ്ടാവണം. അപ്പൊ നോക്കൂ, രണ്ടാമത് മൂന്നാമത് ഇനി ആ ഭാര്യ എന്റെ കുട്ടിയെ, അപ്പൊ ഇയാൾക്ക് കുട്ടി ഉണ്ടാവണം. ആ കുട്ടി എന്റെ വീട്ടിൽ, അപ്പൊ ഇയാൾക്ക് വീടുണ്ടാവണം. അവിടെ തൊട്ടിലാട്ടണത് അമ്മയ്ക്ക് കാണണം. അത്രേ. ഭഗവാൻ വിചാരിച്ചു, ഇത്ര വലിയ ഭാര്യയോ? ഒരൊറ്റ പ്രാർത്ഥനയിലാണ് ഒക്കെ ഒപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല നടക്കുക, നമ്മൾ ഓരോരുത്തരും അർഹിക്കുന്നതാണ് നടക്കുക. ഇപ്രകാരം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിപ്പം സ്വാർത്ഥത കൊണ്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ കാര്യം നടക്കാനാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആചാര്യന്മാരാണ്, മഹത്തുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരണു. അകിഞ്ചനാനം ഹിതനം ശിലോഞ്ചനം തേനേഹ നിർവൃത്തി സാധു സൽക്രിയാം കഥം വിഗർഹ്യം കരോമ്യതീശ്വര പുരോദസം കൃഷ്യതി ഏന നിർമ്മതി. അകിഞ്ചനാനം ധനം ശിലോഞ്ചനം. അതുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങള്, ആ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്റെ പൗരത്വത്തെ ഞാൻ താഴ്ത്തിയാലും നിങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യം നിറവേറ്റിത്തരാം എന്ന് ആ വിശ്വരൂപൻ അത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ വാസ്തവത്തിൽ വിശ്വരൂപൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ വിശ്വരൂപൻ അറിയാം, ഞാൻ ഉയരുന്നതിന് പകരം താഴെയാണ്. അദ്ദേഹത്തിന് അതെന്നെ സംഭവിച്ചു. ആത്മീയമായി ഉയരുന്നതിന് പകരം ഇന്ദ്രന്റെ കൈകൊണ്ട് മരിക്കേണ്ട ഗതികേടാണ് ഇനി കഥ പറയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അവിടെ തന്നെ കാണിച്ചു തരികയാണ്, തന്റെ ആത്മീയ ഉന്നതി മറ്റൊരാളുടെ സുഖത്തിന് വേണ്ടി പണയം വെച്ചപ്പോ അയാൾ ഉയരുന്നതിന് പകരം താഴ്ന്നു പോയി. എന്നിട്ടോ അതുകൊണ്ട് ഭവതാം പ്രാർത്ഥിതം സർവം പ്രാണേരത്രൈശ്ച സാധയോ, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ടോ പൗരോഹിത്യം മൃതചക്രേ പരമേന സമാധിന വിശ്വരൂപോ മഹാതപ. ആ വിശ്വരൂപന് പൗരോഹിത്യം ഏൽപ്പിച്ചു കൊടുത്ത് ആ പൗരോഹിത്യം കിട്ടിയതോടുകൂടി അവിടെ വെച്ച് യയാഗുപ്ത സഹസ്രാക്ഷോ ജിഗ്യേ സുരജമുർവിഭൂ താമ്രാഹസ മഹേന്ദ്രായ വിശ്വരൂപ ഉദാരതി. അവിടെ വെച്ച് വിശ്വരൂപൻ ഒരു മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ആ മന്ത്രം തന്റെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്ദ്രന്, ദേവന്മാർക്കെല്ലാം ധൈര്യവും ശക്തിയും കൈവന്ന് അവരെ തോൽപ്പിച്ച അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് പറയുകയാണ്. അപ്രകാരം ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടപ്പോ ആ മന്ത്രത്തിന്റെ ശക്തി ഞങ്ങൾക്കും എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് രാജാവ് പറയുമ്പോൾ പറയാണ്, ആ മന്ത്രമാണ് 8-ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്ന നാരായണ കവചം. എന്താണ് നാരായണ കവചത്തിന്റെ പ്രത്യേകത?
ഓരോ അനുഭവങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നാം നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ ആ സമയത്ത് കൈപിടിച്ചുയർത്താൻ ഭഗവാനോട് പറയുകയാണ്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഇതെനിക്ക് ചെയ്യാൻ സാധ്യമല്ല. ആ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ വല്ലവരുടെയും ഹെൽപ്പ് ചോദിക്കും. ചില സമയത്ത് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലോ അപ്പൊ നമുക്ക് കൂടുതൽ വിഷമങ്ങളായി, ഇതെനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നമ്മുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സും ശരീരവുമാണ് കൂടുതൽ. ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് മനസ്സാണ്, ചെയ്യിക്കുന്നത് ശരീരവുമാണ്. ഒരിക്കലൊരു വീട്ടില് ഒരു ചെറിയ കുട്ടി, 2 വയസ്സുള്ള കുട്ടി, 2-3 വയസ്സുള്ള കുട്ടി ഒരു ചെറിയ ചെയർ എടുത്തിട്ട് അവൻ മാറ്റുകയാണ്. അവൻ എത്ര ശക്തിയിൽ വലിച്ചിട്ടും ചെയർ പോരുന്നില്ല. അവനേക്കാളും ശക്തിയുണ്ട് ചെയർ, മരത്തിന്റെ പണ്ടത്തെ ചെയർ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുന്നുണ്ട് ഇവന്റെ പ്രയത്നമൊക്കെ. അപ്പൊ അവൻ കുറെ മുന്നോട്ട് വലിക്കും, പിന്നെ പൊക്കാൻ ശ്രമിക്കും, ഒരു കണക്കിനും വരുന്നില്ല. അവസാനം അവന് ദേഷ്യം വന്ന ചെയറിന് 2 ഇടിയൊക്കെ ഇടിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞു, എനിക്കിത് ഉയർത്താൻ പറ്റണില്ലല്ലോ എന്നും, എനിക്കിതിന് ശക്തിയില്ലല്ലോ എന്നും, എനിക്കിതിന് ഒരു കഴിവില്ലല്ലോ അച്ഛാ. കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. പറഞ്ഞു, ആര് പറഞ്ഞു കുട്ടിക്ക് കഴിവില്ല എന്ന്? കുട്ടിക്ക് ഇതിനുള്ള കഴിവുണ്ട്, എന്നിട്ട് പറ്റണില്ലല്ലോ അച്ഛാ, ഇത് പൊക്കാൻ പറ്റുന്നില്ലല്ലോ. ഉടനെ അച്ഛൻ പറഞ്ഞു, ഉണ്ണി, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നമ്മുടെ ശരീരം കൊണ്ട് ഉയർത്താൻ പറ്റിയെന്ന് വരില്ല. ഉണ്ണി എന്നോട് ചോദിച്ചോ അച്ഛനൊന്ന് എന്നെ സഹായിക്കണമെന്ന്? ചോദിച്ചു എന്നോട്? ഇല്ല. അപ്പൊ അച്ഛനും കൂടി സഹായിച്ചിട്ടുണ്ടെങ്കിലോ ഉയർത്താൻ പറ്റില്ലേ ഉണ്ണിക്ക്? തീർച്ചയായിട്ടും. ഇനി ഒന്ന് പിടിച്ചു നോക്കൂ. അപ്പൊ കുട്ടിയൊന്ന് തൊട്ടതും കൂടുതൽ ഭാരം അച്ഛൻ തന്നെ എടുത്തു. അപ്പൊ അവന് തോന്നി ഇതെനിക്ക് ഉയർത്താൻ സാധിക്കും. എന്നിട്ട് അവൻ എവിടെയാ വേണ്ടത് വെച്ചാൽ കൊണ്ടുവച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടി ഇപ്പോ അച്ഛനുണ്ട്, എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ കുട്ടി വലുതാവുമ്പോണ്ടല്ലോ ഇതുപോലെ ചില അനുഭവങ്ങൾ വരും. ചില അനുഭവങ്ങളിലൊന്നും കടന്നു പോകാൻ നമുക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കൂടെ ആരെ ഉയർത്താൻ വിളിക്കണം? അവിടെയാണ് ഭഗവാന്റെ ആവശ്യം എന്ന് പറയാണ്. ഇതാണ് നാരായണ കവചം. നമ്മളൊരു കവചം കൊണ്ടു നടക്കുക. ഏത് കവചം? നാരായണ കവചം കൊണ്ടു നടന്നാൽ എപ്പോഴൊക്കെ നമ്മൾ ദുർബലരാവുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ തരണം ചെയ്യാൻ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക. അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്നൊരു സ്മരണ നമുക്ക് മനസ്സിൽ വരുത്താൻ സാധിച്ചാൽ ആ പ്രശ്നം നമ്മുടെ മുന്നിൽ നിസ്സാരമായി തീരും. ഒരു പ്രശ്നമാവുന്നത്, ഗുരുതരമാവുന്നത് നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. ശ്രദ്ധിക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് നമുക്കൊരു അസുഖം വന്നു, ഒരു ട്യൂമർ വന്നു ശരീരത്തിൽ. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം, വലിയ അപകടമാണ്. അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് തന്നു, എത്ര രൂപ വരും, എത്ര ചെലവ് വരും? പറഞ്ഞൊരു 1-1.5 ലക്ഷം വരും ഇത് മുറിച്ചെടുത്ത് മാറ്റി തുന്നിച്ചേർത്തൊക്കെ റെഡിയാക്കാൻ. നിങ്ങളുടെ കയ്യിൽ ഒരു 10-20 ലക്ഷം ഡെപ്പോസിറ്റുള്ള ഒരാളാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ആണോ? എന്നാൽ നിങ്ങൾ ആകെ കടത്തിലും ആകെ പ്രശ്നത്തിലുമാണ്. ഒരാളും നിങ്ങളെ സഹായിക്കാനില്ല. 1 ലക്ഷം പോയിട്ട് 1000 രൂപ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലോ ആ പ്രശ്നമാണോ? അപ്പൊ എങ്ങനെയാണ് ഒരു പ്രശ്നമാവുന്നത്? 1000 എടുക്കാനില്ലാത്ത ഒരാൾക്കും ഉള്ള ട്യൂമർ, 10 ലക്ഷം കയ്യിലുള്ള ഒരാളുടെയും ട്യൂമർ ഒന്നാണെങ്കിൽ 2 പേർക്കൊണ്ട് നേരിക്കുക. ഒരാൾക്കത് തരണം ചെയ്യാൻ പറ്റും, ഒരാൾക്കത് തരണം ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രശ്നമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, അതിനെ തരണം ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള കഴിവില്ല എന്ന ചിന്തയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആണോ അല്ലയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ തളരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം പ്രശ്നമുണ്ടാക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ ആ മനസ്സിനെ എന്ത് ചെയ്യണം? അതിന് ചുറ്റും ഒരു കവചത്തെ സൃഷ്ടിക്കണം. അതാണ് നാരായണ കവചം. ഇതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഈ മന്ത്രമുണ്ടല്ലോ എല്ലാവരും ദിവസവും വായിക്കുന്നത് അത്യുത്കൃഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഓരോരോ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ തരണം ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്കതൊരു മനോധൈര്യത്തെ തരുമെന്ന് പറയണം. രാജാവ് പറയുന്നു, യയാഗുപ്ത സഹസ്രാക്ഷ സഹാവാൻ രിപു സൈനികൻ ക്രീഡന്യവ വിനിർജിത്യ
ത്രിലോക്യാ ഭുവിശ്രിയം ഭഗവന്തന്മമാക്യാഹി വന്മനാരായണാത്മകം തദാദായിന ശത്രുൻ യേന ഗുപ്തോ ജയന്മൃതേ. ഇന്ദ്രന് വിശ്വരൂപൻ പറഞ്ഞുകൊടുത്ത ആ നാരായണ കവചം എന്ന് പറഞ്ഞ ആ മന്ത്രത്തെ എനിക്ക് പറഞ്ഞു തരൂ. എപ്പോഴൊക്കെ ഭയമാകുന്ന ശത്രു നമ്മളെ പേടിപ്പിക്കുന്നുണ്ടോ അതിൽ നിന്ന് മുക്തമാവാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശ്രീശുകൗവാച നാരായണാക്യം വർമാഹ തദിഹൈവമനാശൃണോ. വിശ്വരൂപൻ ഇന്ദ്രന് പറഞ്ഞു കൊടുത്ത നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രത്തെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. ശ്രദ്ധയോടെ കേൾക്കൂ. ശ്രീ വിശ്വരൂപൗവാച ദൗദാംഗ്രിപാണിരാജമ്യ സപവിത്രൗദന്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യം വാഗ്യതശ്രുതി നാരായണമയം വന്മ സന്നിഹ്യേൽമയാഗതേ പാദയോർജാനനോരുവോ ഉദരേ ഹൃദ്യതോ രസി. കയ്യും കാലും മുഖമൊക്കെ കഴുകി രാവിലെ തന്നെ വീട്ടില് രാവിലെയോ വൈകുന്നേരം എപ്പോഴാച്ചാല് നിവർന്നിരുന്ന് മന്ത്രത്തെ സ്മരിക്കണം. നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം. ഇതിന് മുമ്പ് അംഗന്യാസം കരന്യാസം എന്നൊക്കെ ഓരോന്നുണ്ട്. അതെന്താ കരന്യാസം അംഗന്യാസം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനെയാണ് അംഗന്യാസം കരന്യാസം. കണ്ണുകള് ഭഗവാൻ കണ്ണിലിരിക്കുന്നു, അതുപോലെ തന്നെ കാതുകള്, മൂർധാവ്, ശിഖ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റലാണ്. അതായത് നാമം ജപിക്കുന്നതിന് മുമ്പ്, നമ്മൾ നാമം ജപിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ ശരീരം, ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയാൽ മനസ്സിനെ വേഗം ഉയർത്താൻ പറ്റും. അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ കുറച്ചു നേരത്തേക്ക് നമ്മുടെ മനസ്സ് നിങ്ങൾക്ക് ശാന്തമാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ അന്തരീക്ഷം പോസിറ്റീവാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ വായു അതും പോസിറ്റീവാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലത്ത് വേഗം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ അംഗന്യാസം കരന്യാസം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൂജയിൽ. ഇങ്ങനെ ഓരോരോ അംഗങ്ങളൊക്കെ തൊട്ടുകൊണ്ട് തന്റെ ശരീരത്തെ പോസിറ്റീവ് ആക്കേണ്ടത്. അപ്രകാരം ഈ നാരായണ കവചം ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നല്ലേ, അവിടെ തുടരണം ഇവിടെ തുടരണം എന്നൊക്കെയല്ല പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത കൊണ്ടുവന്ന് ഈ ശരീരത്തെ മുഴുവൻ ഒരു പോസിറ്റീവ് ആക്കിക്കൊണ്ട് എന്നിട്ട് എന്ത് വേണം? ഓം നമോ നാരായണായേതി വിപര്യമതാഭിവാം. ഓം നമോ നാരായണ എന്ന് സ്മരിച്ചുകൊണ്ട്, ഓങ്കാരത്തെ ആദ്യം സ്മരിച്ചുകൊണ്ട്, ഓം നമോ നാരായണ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ട് ഓങ്കാരത്തെ മനസ്സിൽ ഓർക്കണം. നമ്മുടെ താഴെ നിന്നും, അതായത് യോഗ ആസനത്തിന്റെ പ്രക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരത്തിൽ നിന്നും ഓങ്കാരം ഉയർന്നുയർന്നുയർന്ന് സഹസ്രാരത്തിൽ എത്തുന്നത് വരെ എന്ന് വെച്ചാൽ താഴെ നിന്നും എനർജി മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മുടെ ശരീരത്തിൽ ഏത് വസ്തുവിലും, ഞാൻ ഈ സയൻസിന്റെ പരമായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഏത് വസ്തുവിലും പോസിറ്റീവ് എനർജിയുമുണ്ട്, നെഗറ്റീവ് എനർജിയുണ്ട്. നെഗറ്റീവ് എനർജി എപ്പോഴും താഴെയാണ്, പോസിറ്റീവ് എനർജി എപ്പോഴും മുകളിലാണ്. അപ്പൊ നമ്മുടെ മനസ്സുണ്ടല്ലോ, ഭക്ഷണം, അതുപോലെ തന്നെ കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ ഏത് വികാരവും മനസ്സിൽ വരുമ്പോൾ എനർജി താഴേക്കാണ് പോകുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ദൈവിക നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നോ അപ്പൊ എനർജി മുകളിലേക്കാണ് വരുന്നത്. അപ്പൊ താഴെ നിന്നും എനർജിയെ മുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് അവര് ചക്രം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, കുണ്ടലിനി ശക്തി ഉയർത്തുക, ചക്രങ്ങളെ ഉയർത്തുക എന്നൊക്കെ യോഗ ചെയ്യുന്നവരൊക്കെ പറയും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെല്ലാം ദൈവികമായി മാറുന്നത്, പ്രകാശമായി മാറുന്നത് നമ്മൾ ഭാവനയിലേക്ക് കൊണ്ടുവരണം. ശരീരം മുഴുവൻ പ്രകാശമയം. എന്നിട്ട് ഭഗവാന്റെ ആ നാമത്തെ സ്മരിക്കണം. ഓം വിഷ്ണവേ നമ. ആരെ സ്മരിക്കണം? വിഷ്ണുവിന്. ആരാ വിഷ്ണു? വിഷ്ണു എന്ന് പറഞ്ഞാൽ ശംഖചക്ര കഥാരൂപം നല്ല ഇവിടെ അർത്ഥം. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ. അത് പറയുന്നതിനേക്കാളും നല്ലത് എല്ലാം ആരിലിരിക്കുന്നുവോ അവൻ വിഷ്ണു. ഇപ്പോ ഞാൻ ഇരിക്കുന്നത് ആരിലാണ്? വിഷ്ണുവിലാണെന്നൊരു ചിന്ത മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കൂ. നമ്മൾ നാരായണ കവചത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പഠിക്കണം, വായിക്കണം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്ത്യാംഗ്രിപത്മ പദകേന്ദ്രപൃഷ്ഠേ